ഇന്ത്യൻ ക്രിക്കറ്റ് താരം രവിചന്ദ്രൻ അശ്വിൻ നടന്നുകൊണ്ടിരിക്കുന്ന മൂന്നാം ടെസ്റ്റിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ്. കുടുംബത്തിലുണ്ടായ മെഡിക്കൽ അത്യാഹിതത്തെ തുടർന്നാണ് അശ്വിന്റെ പിന്മാറ്റം. അമ്മയ്ക്ക് രോഗം മൂർച്ഛിച്ചതിനെ തുടർന്നാണ് അശ്വിൻ നാട്ടിലേക്ക് മടങ്ങിയതെന്നാണ് വിവരം. പരിക്കുകളില്ലാതെ കളിക്കാരൻ പിന്മാറുന്നതിനാൽ ഇന്ത്യക്ക് പകരക്കാരനില്ലാതെ 10 താരങ്ങളെ വെച്ച് ഈ മത്സരം പൂർത്തിയാക്കേണ്ടി വരും. കാരണം നിയമപ്രകാരം ഒരു താരം പരിക്കിനെ തുടർന്നല്ലാതെ പാതി വഴിയിൽ ടീം വിട്ടാൽ ഉത്തമ പകരക്കാരനെ പരിഗണിക്കാനാവില്ല. ഫീൽഡിംഗിന് മാത്രമാണ് പകരം താരത്തെ ഇറക്കാനാവുക. പകരക്കാരനായി ഇറങ്ങുന്ന താരത്തിന് ബാറ്റോ പന്തോ ചെയ്യാനാവില്ല. MCC നിയമം പറയുന്നതനുസരിച്ച് ഒരു താരത്തിന് പരിക്കേൽക്കുകയോ അത്യാവശ്യമായി മത്സരത്തിനിടയിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടിയോ വരുമ്പോഴാണ് അമ്പയർക്ക് പകരം താരത്തെ പരിഗണിക്കാൻ സാധിക്കുക. അല്ലാത്ത സാഹചര്യത്തിൽ പകരക്കാരനെ അനുവദിക്കുന്നതല്ല. പകരമിറങ്ങുന്ന താരത്തിന് നായകനാവാനോ ബാറ്റ് ചെയ്യാനോ പന്തെറിയാനോ സാധിക്കില്ല. മൂന്നാം ടെസ്റ്റ് ആവേശകരമായ മൂന്നാം ദിനത്തിലേക്ക് കടക്കവേ അശ്വിന്റെ അഭാവം ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാവും. രണ്ടാം ദിനം സാക് ക്രോളിയെ പുറത്താക്കി ഇന്ത്യക്കായി 500 ടെസ്റ്റ് വിക്കറ്റ് നേടുന്ന രണ്ടാമത്തെ താരമായി മാറാൻ അശ്വിന് സാധിച്ചിരുന്നു.